സമോസ ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സമോസ ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സമോസയാണ്. ഫ്രീസ് ചെയ്ത സമോസ ഷീറ്റ് ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യൂ, അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ഡീഫ്രോസ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 ഉരുളക്കിഴങ്ങും സോക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസും കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ. ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് വീണ്ടും ഒരു മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല റെഡി. അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സമോസ ഷീറ്റ്സിൻ്റെ എഡ്ജസ് ആണ്, അത് ഒന്ന് ഫ്രൈ ചെയ്തത് പൊടിച്ചിട്ട് ചേർക്കാം. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. സമോസ ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ്സ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയിലേക്കോ കുറച്ച് വെള്ളം ഒഴിച്ചൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് അതും കൂടെ മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് സൈഡ്സിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈദ മിക്സ്ചറും കൂടെ തേച്ച് അതൊന്ന് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ ഫ്രൈ ചെയ്യാൻ റെഡിയായി. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് നമുക്ക് ഈ സമോസാസ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം വിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഈ സമോസ ഷീറ്റ് അത്യാവശ്യം കുക്ക്ഡാണ്. പിന്നെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കുക്ക്ഡാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമോസ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.